ഇതിന്റെ അടിയിൽ നിന്നെ എവിക്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ നീ പോവില്ലായിരുന്നു. ഞാൻ പോവില്ല. ആദ്യത്തെ സംഭവം എനിക്കത് എവിക്ട് ചെയ്ത് പുറത്തോട്ടിട്ട് പോവില്ല കരഞ്ഞു മെഴുകി അയ്യോ അത് ഭയങ്കര വൈറലാണ്. എന്റെ കൂടെ ഇഞ്ചിങ്ങനെ കഴിക്കുന്നത് നേരത്തെ നീ ചായ കുടിച്ച ആ ഇഞ്ചി കടിച്ചുകൊണ്ട് ചിരിച്ചപ്പേ അതിന്റെ മറ്റേ ഓർമ്മ. എന്തോർമ്മ വന്നു? അത് പറയാൻ വേണ്ടിട്ടല്ലേ? അത് മനസ്സിലായി. ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ അത് മനസ്സിലായി ഷാനവാസ്. ഇതെന്തിനാ ചോദിച്ചത്? എന്ത് കടിച്ച പോലെ? ഷാനവാസ് എക്സ്പ്രഷൻ ഇട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അയ്യോ എന്ത് കടിച്ച പോലെ? പിന്നീട് മനസ്സിലായത് ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഇപ്പൊ പറയുന്നത്. അതിനു വേണ്ടിയല്ലേ ചോദിച്ചത്? കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്. അതെന്റെ ഫ്രണ്ട്സ് തന്നെ ആയി. കാരണം അവര് ദേ ആർ സ്ട്രഗ്ലിങ്. അപ്പം ഞാൻ ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും അവരും ഗ്രോ ചെയ്യട്ടെ. ഇനിയിപ്പം അവരെന്നെ എൻ്റെ ഒപ്പം അതിനെക്കാട്ടും കൂടുതൽ ഐ വോണ്ട് ഹാവ് എനി പ്രോബ്ലം ബിക്കോസ് ദേ ആർ സപ്പോർട്ടഡ് മീ. എനിക്കൊരു ഒരു ഒരു താഴ്ന്ന ഒരു സമയം വന്നപ്പോഴത്തേക്കും ദേ ആർ സപ്പോർട്ട് മീ മെന്റലി. ഓ മൈ ഗോഡ്, നിങ്ങളിപ്പോ യൂട്യൂബ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഞാൻ അതിനാ പറഞ്ഞത്. ഞാൻ ഓൾറെഡി ഞാൻ പുറകെ നടക്കുമ്പോഴത്തേക്കും എന്റെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ തന്നെ ഒരു ചാനൽ തുടങ്ങും. അതിനകത്ത് അവർക്ക് അത് അവരുടെ ഡ്യൂട്ടിയാണ്. യൂട്യൂബിലും ഇതിലും അതിലും ഇതിലും അത് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ നോക്കാത്തത്. ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയില്ല. ഇപ്പഴും നാടൻ മുറിക്കാൻ നടക്കുക. ഇഷ്ടംപോലെ ഉദ്ഘാടനങ്ങൾ കിട്ടും. കിട്ടും. ആൻഡ്രോയിഡ് സിൽവ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. കുഴപ്പമില്ല. അവന്റെ മമ്മി വന്നപ്പോഴാണ് പറഞ്ഞത്. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുന്നതിന് ഞാൻ പറയട്ടെ. ഇവരൊക്കെ പേരിട്ടത് എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ? എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചോ? എന്റെ പേരിടുമ്പോ എന്റെ അടുത്ത് ചോദിക്കണോ? എന്നെ ചോദിച്ചല്ലോ. എന്റെ അടുത്ത് എപ്പ ചോദിച്ചു? ചെറുപ്പത്തിൽ ചോദിച്ചു എന്നല്ല. അങ്ങനെ എനിക്ക് ബുദ്ധി വിവേകം വെക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, അത് ചോദിക്കും. ഞങ്ങൾ ഒറ്റ കാര്യമുള്ളൂ. ചെവിയിലാ പറയാ ഈ പേര്.